പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ഗൾഫ് മേഖലകളിൽ ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. 6 ആഴ്ച കൂടി യുദ്ധം തുടരുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. കുവൈറ്റിന്റെ വലിയ എണ്ണക്കപ്പലുകളിലൊന്നായ അൽ സാൽമിക്ക് നേരെയാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണം. ദുബായ് തുറമുഖത്ത് നങ്കൂരമിട്ട കപ്പൽ ഇറാൻ ആക്രമിച്ചതായി കുവൈറ്റ് സ്ഥിരീകരിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരും സുരക്ഷിതരാണെന്ന് വ്യക്തമാക്കി. ആക്രമണത്തിൽ കപ്പൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. അതിനിടെ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ഇറാൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം നിർത്തിയാൽ മാത്രം ചർച്ചയെന്നാണ് അമേരിക്കയോട് ഇറാൻ പ്രതികരിച്ചത്. ഇറാൻ തുർക്കി വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. സമാധാന ശ്രമങ്ങളുടെ മറവിൽ ആക്രമിച്ച ചതി മറക്കില്ലെന്നും ഇറാൻ കൂട്ടിച്ചേർത്തു. അതേസമയം ഹോർമുസിൽ പുതിയ നടപടികൾ ഇറാൻ പ്രഖ്യാപിച്ചു. കപ്പലുകൾക്ക് പുതിയ മാർഗനിർദ്ദേശവും നിയന്ത്രണത്തിന് കൂടുതൽ നടപടികളും കൈക്കൊള്ളും. ദുബായിലും ഷാർജയിലും ഇറാൻ ആക്രമണം നടന്നു. ദുബായ് അൽബദയിൽ ഡ്രോൺ അവശിഷ്ടം വീണ് കെട്ടിടത്തിന് തീപിടിച്ചു. ഷാർജയിലെ അൽതുറായ ടെലികോം കമ്പനിയുടെ ഓഫീസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ദുബായ് തീരത്തെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയും ഡ്രോൺ ആക്രമണമുണ്ടായി. 34 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. അതേസമയം ഉടൻ സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ സ്രോതസ്സുകളും കടൽവെള്ള ശുദ്ധീകരണശാലകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി. ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് US സൈന്യം പിടിച്ചെടുത്തേക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെയാണ് ഭീഷണി. ഇറാൻ യുദ്ധത്തിന് സമയപരിധി നിശ്ചയിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. യുദ്ധം പകുതി ദൂരത്തിലധികം പിന്നിട്ടിരിക്കുന്നുവെന്നും ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം ആഭ്യന്തര തകർച്ച നേരിടുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. സംഘർഷം തുടരുന്നതിനിടെ സൗദി അറേബ്യ, ജോർദാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ജിദ്ദയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.